പ്രൈസറോ കർത്താവിന്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രക്ഷകളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 73 അധ്യായം 2 വാക്യം. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം വിടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവചനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും നമുക്ക് ഒന്നിച്ചിരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവം തന്ന അവസരങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. ദൈവത്തിന് കേൾവി എന്ന് പറയുന്നത് ജീവിതത്തിന് ആരോഗ്യമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, സ്വസ്ഥതയാണ്, പ്രത്യാശയാണ്. അത് നിത്യജീവന്റെ വചനമാണ്. ഹല്ലേലൂയ. അത് കേൾക്കും തോറും നമ്മുടെ ആത്മാവിൽ നാം ധൈര്യപ്പെട്ടുകൊണ്ടും ബലപ്പെട്ടുകൊണ്ടും ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വചനം കേൾക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തിൽ എന്തും നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലായി വചനം കേൾക്കണം. വചനത്തിനാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. വചനമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. വചനമാണ് നമുക്ക് ആയുസ് തരുന്നത്. വചനമാണ് ദൈവം. ദൈവമാണല്ലോ നമ്മെ സൃഷ്ടിച്ചത്. ഇവിടെ സംഗീതക്കാരൻ പറയുന്നത് എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പശ്ചാത്തലമുള്ള ഭാഗത്തേക്ക് വരും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് കൃപയായി നമുക്കെല്ലാവർക്കും രണ്ട് കാലുകൾ യാതൊരു വീഴ്ചയും ഇല്ലാതെ, പ്രയാസങ്ങളില്ലാതെ, വൈകല്യങ്ങളില്ലാതെ രണ്ട് കാലുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ എത്ര കിലോ വെയിറ്റ് ഉള്ളവനായിരുന്നു, അവന്റെ വെയിറ്റിനെ താങ്ങി നിർത്തുവാൻ കഴിയുന്ന ശക്തിയിലാണ് മനുഷ്യന്റെ കാലുകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആകെ നാം കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. എന്തിനാണ് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നത്? നമുക്ക് ചുറ്റും നോക്കിയിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു കാലില്ലാതെ, രണ്ട് കാലുകളില്ലാതെ ഹല്ലേലൂയ ജീവിക്കുന്ന, കഷ്ടം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, നിരാശയുടെ കടന്നു പോകുന്ന, മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അനവധി ആളുകളെ നമ്മൾ കാണുമ്പോൾ, നമ്മളവരെ ശ്രദ്ധിക്കുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് സഹതാപം തോന്നും. ഹല്ലേലൂയ. ആ സഹതാപം തോന്നുമ്പോൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം. അവർ അനുഭവിക്കുന്ന കഷ്ടതയും കഷ്ടപ്പാടുകളും വേദനകളും നിമിത്തം മറ്റുള്ളവരെ പോലെ ഓടുവാനും ചാടുവാനും ജോലി ചെയ്യുവാനും ഒന്നും കഴിയാതെ, പരസഹായമില്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് രണ്ട് കാലുകൾ ഇത്രമാത്രം ബലത്തോടെ തന്നിരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടണം, കർത്താവിന് വേണ്ടി ഓടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കാലുകൾ ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ മനസ്സും മാംസവും ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കാലുകൾ നീട്ടാതെ ഭയഭക്തിയോടും ജാഗ്രതയോടും കൂടെ ആമേൻ നമ്മുടെ കാലുകളെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും മാംസവും ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കാലുകൾ ഓടരുത്. ഭയഭക്തിയോടും ജാഗ്രതയോടും കൂടെ നമ്മുടെ സൃഷ്ടമായി ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ കാലുകൾ കൊണ്ട് ദൈവാലയത്തിലേക്ക് നടന്നു പോകണം. നമ്മുടെ കാലുകൾ കൊണ്ട് ദൈവാലയത്തിലേക്ക് നടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പ്രഭാതം ഞായറാഴ്ചയാണ്. ഈ കത്രദിനം എന്ന് പറഞ്ഞ ആരാധനയ്ക്കുള്ള ദിവസമാണ്. നിങ്ങളുടെ കാലുകൾ കൊണ്ട് നിങ്ങൾ നടന്നാതി എത്തേണ്ടത് ദൈവജനം ഒന്നിച്ചു കൂടിയിരുന്ന് ആരാധിക്കുന്ന ദൈവസന്നിധിയിലാണ്. ഇതിനുവേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ 6 ദിവസം കാത്തു പരിപാലിച്ച് ജീവിതം ഇതുവരെ കാത്തു സൂക്ഷിച്ച് നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് ബലം തന്നിരിക്കുന്ന പ്രഭാതത്തിൽ ദൈവസ്ഥലെത്താനാ. മഴയാണെന്നും പറഞ്ഞ് വീട്ടിലിരിക്കാതെ, കൊടയില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാതെ, വണ്ടി കിട്ടിയിരുന്ന് വീട്ടിലിരിക്കാതെ, വയ്യ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാതെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാലുകളാൽ നിങ്ങൾ ദൈവസനെ കടന്നു വരണം. കാലുകളില്ലാത്ത മനുഷ്യൻ ഏതൊരു കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും അനുഭവിച്ച് അവൻ മുന്നമേൽ ആരാധനയ്ക്ക് കടന്നു വരുന്ന അനവധി സഭകളുണ്ട്. നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. രണ്ട് കാലും നിനക്ക് തന്നത് എന്തിനാണ് എന്ന് നീ ചിന്തിക്കണം. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഓടിയെത്തണം. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഓടിയെത്തുന്നതിന് പകരം നിങ്ങളുടെ കാലുകൾ കൊണ്ട് രാവിലെ
തിയേറ്ററുകളിലേക്ക്, സിനിമാ തിയേറ്ററുകളിലേക്ക് ഓടരുത്. കള്ള് ഷാപ്പുകളിലേക്കും ബീവറേജിലേക്കും ബാറുകളിലേക്കും നിങ്ങളുടെ കാലുമായിട്ട് ഓടരുത്. നുണ പറയുവാൻ അയൽവാസികളുടെ കുടുംബത്തിലേക്ക് സഹോദരി ഓടരുത്. അവിടെ ഇവിടെയും തെരുക്കോടുകളിൽ പോയിരുന്ന് പട്ടണവാതുക്കൾ ലോത്തു പോയിരുന്നത് പോലെ വിരിക്കുവാൻ നിന്റെ കാലുകൊണ്ട് നീ ഞായറാഴ്ച ഓടരുത്. നിന്റെ കാലുകൾ കൊണ്ട് നീ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരണം. നിന്റെ കാലുകൾ നിനക്ക് തന്നിരിക്കുന്നത് നീ ദൈവാലയത്തിലേക്ക് നടന്നു വന്ന ദൈവത്തെ സ്തുതിക്കാന്. എന്നാൽ എത്രയോ ആളുകളാണ് രണ്ട് കാലുകൾക്ക് ഇത്രമാത്രം ദൈവം ബലം തന്നിട്ടും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ ഭവനത്തിനകത്ത് ആ മെലഡിയെ ഇരിക്കുന്നത്. നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, സ്തോത്രം, 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞത് എന്താണ്? എന്നാൽ വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്തെറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നല്ലത്. ഇവിടെ അല്ലൊരു സ്തോത്രം, കണ്ണിനെ കുറിച്ച് കൈയെ കുറിച്ചാണ് പറയുന്നത്. കാലുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചിലരൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. കർത്താവ് കണ്ണിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്, കർത്താവ് അമ്മ കൈയെ കുറിച്ചാണല്ലോ പറഞ്ഞത്, കാലുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന വേദപുസ്തകം മനസ്സിലാക്കാത്ത അനവധി ആളുകൾ ഇന്നും വിശ്വാസ സമൂഹത്തിലുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വചനം, ഹല്ലേലൂയ, സ്തോത്രം, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സ്തോത്രം, അതിന്റെ രേഖപ്പെടുത്തുന്നത് നിന്റെ കാലുകൾ, ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം, ഹല്ലേലൂയ, 9:45 വരുമ്പോൾ, മർക്കോസ് സുവിശേഷം 9:45 വരുമ്പോൾ, നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. മുടന്തനായ ജീവനിൽ കിടക്കുന്നത് 2 കാലുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. ഹല്ലേലൂയ. ഇവിടെ നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തി ചൂഴ്ന്നു കളക, ഒറ്റ കണ്ണായി കിടക്കുന്ന നല്ലത്. ഇവിടെ കാലിനെ കുറിച്ചും കൂടെ മർക്കോസ് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ കണ്ണിനെ കുറിച്ച് മാത്രമല്ല, കയ്യെ കുറിച്ചല്ല, കാലിനെ കുറിച്ചും പറയുകയാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. സ്തോത്രം. നിനക്കിട്ട് നടന്ന് നുണ പറഞ്ഞ് ഏഷണി പറഞ്ഞ് കുടുംബങ്ങളെ തകർക്കുന്ന, കുടുംബജീവിതത്തെ തകർക്കുന്ന വലിയ കമ്മിറ്റി നിങ്ങളുടെ ഭവനത്തിനകത്ത് ചുറ്റും ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. അത് നിങ്ങൾ നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. പ്രൈസലോട്. ജീവിതം നമുക്ക് ഒന്നേയുള്ളൂ, അത് കർത്താവിൽ പാടി ആരാധിച്ച് ദൈവസന്നിധി നമ്മൾ ആസ്വദിക്കണം. ലോകത്തിലോട് ചേർന്ന്, ലോകക്കാരോട് ചേർന്ന് ആമീൻ, അവിടെ ഇവിടെയും കുറെ സഹോദരന്മാർ കൂട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരെ കുറിച്ച് നുണയും പഴിയും പറഞ്ഞ് അതിൽ ആസ്വദിക്കുന്നതല്ല ദൈവികമായ അനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് സാത്താൻ നിങ്ങളെ നടത്തുന്നത് കൊണ്ടാണ്. ദൈവമക്കൾ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തോട് പറ്റിയിരിക്കണം. ഈശ്വരോട്. അപ്പം ഇവിടെ ദൈവത്തിന് വചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ കാലുകൾ നിനക്ക് ഇടർച്ചയായി മാറരുത്. ഇവിടെ സംഗീതക്കാരൻ പറയുന്നത്, എന്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. ഹല്ലേലൂയ. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. സങ്കീർത്തനക്കാരൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആസാബ് ദൈവനാമത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട ആസാബിന്റെ മക്കളും ദാവീദിന്റെ കാലഘട്ടത്തിൽ ആലയത്തിൽ കിന്നരം വായനയിലും ഗായക സംഘത്തിന്റെ അതിശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ വഹിച്ചവരാ. ഹല്ലേലൂയ. ആസാബ് നല്ലൊരു ദർശകനാ, പ്രവാചകനാ. എന്നിട്ടും അദ്ദേഹം പറയുകയാണ്, എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയെന്ന്. ഭക്തന്മാരെ പോലും വഴിതെറ്റിക്കുന്ന കാലഘട്ടമായത്. വിശുദ്ധന്മാരെ പോലും വഴിതെറ്റിക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവചനം പഠിച്ച് കർത്താവിന്റെ വേലിയിൽ അധ്വാനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പലരുടെയും കാലുകൾ ഏകദേശം വഴുതിപ്പോയി. അവർ ദൈവഹിതമല്ലാത്ത അധാർമികമായ ജീവിതത്തിലേക്ക്, ചൂതാട്ട കേന്ദ്രങ്ങളിലേക്ക്, അശ്ലീലമായ ജീവിത സാഹചര്യങ്ങളിലേക്ക്, വെറുക്കൂത്തിലേക്ക് പലരുടെയും കാലുകൾ നീട്ടി. ഹല്ലേലൂയ. അവരുടെ കാലുകളൊക്കെ വഴുതിപ്പോയി, ഏറെക്കുറെ
വഴുതിപ്പോയി. അതങ്ങനെ ഒരു സാഹചര്യം. പക്ഷെ ഇവിടെ എല്ലാവരും സ്തോത്രം, സംഗീതനക്കാരൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ താൽക്കാലികമായ അഭിവൃദ്ധിയെ കണ്ടിട്ട്, ഉയർച്ചയെ കണ്ടിട്ട് സംഗീതനക്കാരന്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയെന്ന 73 സങ്കീർത്തനം 1 തൊട്ട് 6 വരെ വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവഭക്തന്മാർ ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുമ്പോൾ ദുഷ്ടന്മാർ എന്തുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നത് എല്ലാ കാലത്തുമുള്ള ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ സംബന്ധിച്ച് ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അനവധി ദുഷ്ടന്മാർ ഇവിടെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന, നൊമ്പരം അനുഭവിക്കുന്ന, വേദനിക്കപ്പെടുന്ന അനവധി ദൈവദാസിമാർ കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളും ഒരുപക്ഷെ ആ ഒരു നിലയിലൂടെ ചിന്തിച്ചേക്കാം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ദുഷ്ടന്മാരെ കുറിച്ച് പറയുന്നത്, ജനം പറയും ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്ന്. അങ്ങനെ ഒരു വേദപുസ്തകവാക്യമില്ല. നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് 92 സങ്കീർത്തനം 10 വരുമ്പോൾ കാണുന്നുണ്ട്. നീതിമാൻ പന പോലെ തഴയ്ക്കും, ദുഷ്ടന്മാർ പന പോലെ തഴയ്ക്കുമെന്നല്ല. ദുഷ്ടന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 37 സങ്കീർത്തനം, ഹല്ലേലൂയ, അതിന്റെ 35 വാക്യം, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും, ഹല്ലേലൂയ, സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന. ദുഷ്ടനെ കുറിച്ച് അങ്ങനെ പറയുന്നത്. പന പോലെ തഴയ്ക്കുന്നില്ല. ദുഷ്ടൻ പ്രബലനായിരിക്കും. അവൻ സമ്പത്ത് കൊണ്ട്, ധനം കൊണ്ട്, അഭിവൃദ്ധി കൊണ്ട്, ജോലി കൊണ്ട് എല്ലാം വളരെ പ്രബലനായിരിക്കും. സ്വദേശികമായ പച്ചവൃക്ഷം പോലെ അവൻ തഴച്ചിരിക്കും. ഹല്ലേലൂയ, രക്തം ചെയ്യും. എന്നാൽ വചനം പറയുകയാണ്, ഹല്ലേലൂയ, പിന്നെ അതിനെ പോയപ്പോൾ അവനില്ല, അവൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. സങ്കീർത്തനക്കാരൻ പിന്നെ ആ വഴി പോയപ്പോൾ അവനെ കണ്ടതും അല്ല, അവനെ അന്വേഷിച്ചു, അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ദാവീദ് കാണുക. അന്നും ഇന്നും ദുഷ്ടശക്തികൾ തഴയ്ക്കുന്നു, എന്നാൽ ദീർഘകാലം നിലനിൽക്കുകയില്ല എന്നുള്ള ദൈവവചനത്തിനാണ് പ്രാധാന്യം. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകലിനെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നീതിമാനെ ഒരിക്കലും ദൈവം കൈവിട്ട് കളയത്തില്ല. നീതിമാൻ പന പോലെ തഴയ്ക്കും. ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ ഉയർച്ചയുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ വളർച്ച കണ്ട്, മറ്റുള്ള തഴപ്പ് കണ്ട്, അവർ തഴച്ചു നിൽക്കുന്നത് കണ്ട്, ഹല്ലേലൂയ, അവർ പ്രബലനായിരിക്കുന്നത് കണ്ട് നിന്റെ മനസ്സുരുകി പോകരുത്. അത് സ്വദേശികമായ പച്ചവൃക്ഷം പോലാണ്, ഏത് സമയത്തും നശിച്ചു പോകാം. എന്നാൽ നീതിമാൻ പന പോലെ തഴയ്ക്കുന്ന. ഹല്ലേലൂയ. അപ്പൊ നിനക്ക് ഒരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദുഷ്ടന്റെ വളർച്ചയിലാണ് ഈ സങ്കീർത്തനക്കാരന്റെ കാലുകൾ ഇടറിയതും കാലുകൾ ഏറെക്കുറെ വഴുതിയതും. ഹല്ലേലൂയ. ഈ ഒരു ചിന്താഭാരം, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ വിശ്വാസത്തിൽ നിന്നും വഴുതിപ്പോകുന്നത് പോലെ ആയിത്തീർന്നു. ദുഷ്ടന്റെ വളർച്ച കണ്ട് സങ്കീർത്തനക്കാരൻ വിശ്വാസത്തിൽ നിന്ന് വഴുതിപ്പോകുന്നത് പോലെയുടെ അനുഭവത്തിലെത്തി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ശ്രോതാവേ, മറ്റൊരാളുടെ വളർച്ച കണ്ട്, അവന്റെ അഭിവൃദ്ധി കണ്ട്, അവൻ പ്രബലനായി കണ്ട് നമ്മൾ വിശ്വാസത്തിൽ ഒരിക്കലും വഴുതി പോകരുത്. നമ്മുടെ വിശ്വാസം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. നാം വിശ്വാസത്തെ ക്ഷീണിച്ചു പോകരുത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ജീവിക്കത്തക്ക നിലയിൽ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ ദുഷ്ടന്മാർ പ്രബലനായിരിക്കുന്ന സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് കാണുമ്പോൾ അവർക്ക് നന്മയുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്കൊരു ദിവസം വെച്ചിട്ടുണ്ട്. ദൈവം നമുക്കൊരു നാൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ തരുന്നവനാ. രക്തം ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടല്ലോ? ഉണ്ട് എന്ന് പറയണം. ഹല്ലേലൂയ. ചിലരോടൊക്കെ സഹോദരൻ നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. വിശ്വാസം, എന്ത് വിശ്വാസം എന്നൊക്കെ ചോദിക്കുന്ന അനവധി ആളുകളെ, വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ കാലുകളൊക്കെ ഏകദേശം ഇടറി ഏറെക്കുറെ വഴുതി പോയത് തന്നെ പിന്മാറ്റത്തിൽ തന്നെ. ഹല്ലേലൂയ.
നമ്മൾ ഒരിക്കലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് പലരും പിന്മാറിപ്പോകരുത്. നമുക്ക് ചുറ്റുമായിരക്കണക്കിന് ജനങ്ങൾ കോടാനുകോടി രൂപയുടെ സമ്പത്ത് കൊണ്ട് ഇഷ്ടാനിഷ്ടമുള്ള ജീവിതം നയിച്ചും ഭോജനങ്ങൾ കഴിച്ചു കൂത്താടി തിമിർത്താടി നടക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്റെ ഭവനത്തിനകത്ത് ഒരു നേരത്തെ അരിയും അല്ലരിയ അതിനുള്ള മാർഗമുണ്ടെങ്കിൽ അതിൽ നീ സന്തോഷിച്ചോണം. രക്തക്ഷയം അല്ലേലിയ നമുക്ക് തരുന്നതിനകത്ത് നമ്മൾ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിന്റെ ഉള്ളിൽ അനവധി ആഗ്രഹവും മോഹങ്ങളും നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, നിന്റെ ജീവിതത്തെക്കുറിച്ച്, നിന്റെ ഭവനത്തെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ഭാവി ദർശനത്തെ നീ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. അല്ലേലിയ. അതിനെക്കുറിച്ച് നിനക്ക് നല്ല ഓർമ്മ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞതിന് വേണ്ടി നീ ദൈവത്തോട് നിൽക്കണം. ആമേൻ. നിന്റെ ചുറ്റുമുള്ളവരുടെ വളർച്ച കണ്ട് നീ ഒരിക്കലും നിന്റെ മനസ്സ് കുഴഞ്ഞു പോകരുത്. രക്തം ചെയ്യുക. നിന്റെ കാലുകൾ ഇടറരുത്. നീ വഴുതി പോകരുത്. നിലനിൽക്കുവാൻ കഴിയില്ല നിനക്ക്. അല്ലേലൂയ. അങ്ങനെ ചിന്തിച്ച അനവധി ആളുകളും വിശ്വാസം വിട്ടുഴന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ദുഷ്ടന്മാർക്ക് ഒരുപാട് സമ്പത്തുകളുണ്ടാകും. ദൈവ്യാഗ്രഹം അവർ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ ദൈവ്യാഗ്രഹത്തിന് വേണ്ടി ദുഷ്ടൻ എന്തും ചെയ്യും. പിടിച്ചു പറിക്കും, മോഷ്ടിക്കും, കളവ് പറയും, വെട്ടിപ്പിടിക്കും, അനവധി മാർഗത്തിലൂടെയൊക്കെ പണം ഉണ്ടാക്കും. ദിവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ചിലരൊക്കെ അത് കാക്ഷിച്ചിട്ട് വിശ്വാസം വിശ്വാസം പിന്മാറിപ്പോയിട്ടുണ്ടെന്ന് 1 തീമോഥെയോസ് ലേഖനം 6:10 വായിച്ചു കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇതിനെ കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദുഷ്ടന്മാർ അല്ലെങ്കിൽ തടിച്ചിരിക്കുമ്പോൾ നീതിമാൻ രോഗത്താൽ വേദന അനുഭവിക്കുന്നത് അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദുഷ്ടന്മാരൊക്കെ തടിച്ചുരുണ്ടിരിക്കുമ്പോൾ ദൈവജനമൊക്കെ വളരെ രോഗത്താൽ ഭാരപ്പെടും. അങ്ങനെ വരുമ്പോഴും നമുക്ക് മാനസികമായ തകർച്ച ഉണ്ടാകാം. അതെ, ദുഷ്ടന്മാർ തടിച്ചുരുണ്ടിരിക്കട്ടെ. നീ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിലും അവൻ ലോകത്തെ ആശ്രയിക്കുമ്പോൾ നീ ദൈവത്തെ ആശ്രയിച്ചാൽ ഗിലെയാദിന്റെ വൈദ്യനായിരിക്കുന്ന നമ്മുടെ കർത്താവ്, ഗിലെയാദിന്റെ സുഗന്ധ തൈലമായിരിക്കുന്ന പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാൽവരി ക്രൂശിൽ ഗിലെയാദിന്റെ വൈദ്യനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ശുദ്ധരക്തത്താൽ നമ്മുടെ രോഗത്തിന് സൗഖ്യം തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. ഇന്ന് പകൽ നീ ഏത് പ്രതിസന്ധിയിലാണ്? രോഗത്തിലാണോ, കടക്കിണിയിലാണോ, സങ്കടത്തിലാണോ, ദാരിദ്ര്യമാണോ നിന്നെ അലസമാക്കുന്നത്? നിന്റെ കാലുകൾ ഇടത്തക്ക നിലയിൽ, നിന്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോകത്തക്ക നിലയിൽ, ദൈവത്തിന് അകന്നു പോകുന്ന നിലയിൽ നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? രക്തജയം. ആ വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഈ പ്രഭാതത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ കാലുകൾ കൊണ്ട് നീ രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടാണ് ഓടുന്നത്? നിന്റെ കാലുകൾ കൊണ്ട് നീ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്കൊരു തിരിച്ചറിവ് തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, പരിജ്ഞാനം തന്നിട്ടുണ്ട്, ദൈവകൃപ നിന്റെ മേലുണ്ട്, അഭിഷേകമുണ്ട്, നിന്റെ കയ്യിലൊരു ബൈബിളുണ്ട്. ആദ്യ സത്യത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെടുത്തുകൊണ്ട് നീ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രഭാതത്തിൽ ഓടിയെത്തണം. ഹല്ലേലൂയ. ആലയത്തിലെ ശുശ്രൂഷയുടെ സകല ഭാഗത്തിന് നീ ഭാഗവാക്കായി തരണം. ആലയം രാവിലെ വന്ന് അല്ലെങ്കിൽ തൂത്ത് തുടച്ച് കസേരകളെല്ലാം തൂത്ത് തുടച്ച് പായൊക്കെ ഇട്ട് വിശ്വാസികൾ കടന്നു വരുമ്പോഴത്തേനും നിങ്ങൾ ആലയത്തിൽ വന്ന് കർത്തദാസനോടൊപ്പം ചേർന്ന് ശുശ്രൂഷ ഭാഗമായി തീരണം. ഹല്ലേലൂയ. സഭായോഗത്തിന് 11 മണിക്ക് വരുന്നതല്ല കാലുകൾ കൊണ്ട് ദൈവം തന്നിരിക്കുന്നത്. നേരത്തെ സഭയിൽ വരണം. നിന്റെ മക്കളെ രാവിലെ എഴുന്നേൽപ്പിച്ച് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി തലമുടിയൊക്കെ ചികിക്കെട്ടി നല്ല വസ്ത്രം ധരിപ്പിച്ച് വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്തു കൊടുത്ത് സ്തോത്രം അല്ലെങ്കിൽ സൺഡേ സ്കൂളിലെ പുസ്തകം എടുത്തു കൊടുത്ത്, ബുക്ക് എടുത്തു കൊടുത്ത്, പേന എടുത്തു കൊടുത്തിട്ട് അവരെ രാവിലെ നിന്റെ മക്കളെ ആലയത്തിലേക്ക് പറഞ്ഞു വിടണം. അവിടെ കാലുകൾ കൊണ്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഓടി വരട്ടെ. അവർ ദൈവവചനം പഠിക്കട്ടെ. ഈശ്വരോട് ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തിയെടുക്കാം. രക്തം ചെയ്യാം. നിന്റെ കാലുകൾ കൊണ്ട് ദോഷവശത്തിലേക്ക് നീ ഓടരുത്, പാപത്തിലേക്ക് നീ ഓടിപ്പോകരുത്. നിന്റെ കാലുകളുമായി. ഹല്ലേലൂയ. ഇവിടെ ദൈവജനത്തിന്റെ സ്തോത്രം. ദുഷ്ടന്മാരുടെ അഹങ്കാരം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അഹങ്കാരവും, ഹല്ലേലൂയ, കയ്യൂക്കും, ഹല്ലേലൂയ, അവന് ബോധ്യമാകുന്നില്ല. ദുഷ്ടന്മാരുടെ അഹങ്കാരവും അവന്റെ കയ്യൂക്കും അവന് മനസ്സിലാകുന്നില്ല. പക്ഷെ അവന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവം.
ഹല്ലേലൂയ. സാധാരണക്കാരനായി ജീവിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, സാധുവായി ജീവിക്കാൻ കഴിയുമെങ്കിൽ, ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുമെങ്കിൽ, അതാണ് ഏറ്റവും സന്തോഷകരമായ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഇടറൽ അഥവാ വഴുതൽ എന്നീ രണ്ട് വാക്കുകൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ശരീരത്തിൽ ബലമില്ലെങ്കിൽ കാലുകൾ ഇടറുക തന്നെ ചെയ്യും. ഇടറുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ബലമില്ലെങ്കിൽ കാലുകൾ ഇടറിപ്പോകും. ഹല്ലേലൂയ. നാം എവിടെയെങ്കിലും വീഴാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം, ഹല്ലേലൂയ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഇയർ ബാലൻസ് തെറ്റുക, അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ മാനസികമായി പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ബലഹീനതകൾ കടന്നു വരുമ്പോൾ നമ്മുടെ കാലുകൾ ഇടറാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായി പറയുമ്പോൾ നമ്മൾ വഴുതി പോവുകയാണ്. അല്ലെ, കാലുകിടറും നടക്കുന്ന സ്ഥലം അല്ലെ പായൽ പിടിച്ച് കിടക്കുന്നതാണെങ്കിൽ വഴുതി വീഴും. അല്ലേരിയ. നമ്മൾ നടക്കുന്ന സ്ഥലം നല്ലതല്ലെങ്കിൽ അത് പായൽ പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ചെളി പിടിച്ച് ആ വഴി നടന്നാൽ വഴുതി വീഴും. ഹല്ലേലൂയ. അപ്പൊ നീ നടക്കേണ്ടുന്ന വഴിയിലൂടെ നീ നടക്കണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും ഇത് വിട്ടുമാറുകയില്ലെന്ന് നമ്മൾ സ്തോത്ര സദൃശവാക്യത്തിൽ കാണുന്നുണ്ട്. അതെ, നിന്റെ കാലുകൾ ഇടറുന്ന വിധത്തിന്റെ ശരീരത്തിനകത്ത് ബലഹീനത കഴിയുമ്പോൾ, നിന്റെ കാലുകൾ വഴുതി പോകുന്ന വിധത്തിൽ നീ വഴുക്കലിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നിന്നെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിന്റെ കാലുകൾ ഇടറാതെ വഴുതി പോകാതെ, ചെറിയ പായലിലേക്ക് നീ പോകാതെ, ലോകത്തിന്റെ ദുഷ്ടതയിലേക്ക്, വെറുപ്പത്തിലേക്ക് നീ പോകാതെ, മദ്യപാനികളോടൊപ്പം പോയിരിക്കാതെ, ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം നീ പോയിരിക്കാതെ, നിന്റെ ജീവിതം നിന്റെ കാലുകൾ വഴുതി സാത്താന്റെ ഇഷ്ടത്തിൽ വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, നിന്റെ കാലുകളെ മാൻപേടകൾ കാലുകൾക്ക് തുല്യമാക്കി ബലം തന്ന ദൈവത്തെ സ്തുതിക്കുവാൻ നീ ദൈവത്തിലേക്ക് കൂടി വരണം. രക്തം ചെയ്യും. അപ്പൊ നമ്മുടെ കാലുകൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. ഹല്ലേലൂയ. യേശു തെരഞ്ഞെടുത്തിരിക്കുന്ന അപ്പോസ്തലന്മാർ 12 പേർ. ഹല്ലേലൂയ. 12 പേരും യേശുവിനോട് കൂടെയുണ്ട്. ശുശ്രൂഷയുടെ ഭാഗമാണ്. തിന്നുന്നു, കുടിക്കുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശു ചെയ്യുന്നതെല്ലാം കാണുന്നു. എന്നാൽ അതിലൊരുവൻ എന്ത് ചെയ്തു? യൂദ. ഹല്ലേലൂയ. അവന്റെ കാലുകൾ ഏകദേശം ഇടറി, ഏറെക്കുറെ വഴുതി തന്നെ പോയി. ഹല്ലേലൂയ. ഒരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ കയ്യിൽ 30 വെള്ളിക്കാശ് അവൻ ആഗ്രഹിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? അവൻ വഴുതിപ്പോയി, വഴുക്കലിലൂടെ കടന്നുപോയി, വഴുക്കലിലൂടെ അവൻ യാത്ര ചെയ്തു. അവസാനം അവൻ കെട്ടുചാന്ന് മരിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം 27 കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നീ പാരമ്പര്യത്തിലേക്ക് ഓടുകയാണോ? ഇന്നും പാരമ്പര്യത്തിലാണോ നിൽക്കുന്നത്? നീ വഴുതി വീണവനാണ്. മാനസാന്തരം ഇതിനുള്ളിൽ വന്നിട്ടില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ദൈവമക്കൾ, കർത്താവിന്റെ സ്വന്തം രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ആരാധിക്കേണ്ട സഭയെന്ന് പറഞ്ഞാൽ വേർപാടും വിശുദ്ധിയുള്ള ആത്മാവ് നിറയപ്പെട്ട, പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട സഭയ്ക്കകത്ത് ആരാധിക്കേണ്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട ആത്മാവിൽ ആദ്യഭാഷകളിൽ സ്തുതിക്കുന്ന സഭയ്ക്കകത്ത് വേണം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരാധിപ്പാൻ. അല്ലാതെ പരിശുദ്ധാത്മാവില്ലാത്ത, അഭിഷേകമില്ലാത്ത, അന്യഭാഷമില്ലാത്ത, രോഗശാന്തി, ഭൂതശാന്തി വിശ്വസിക്കാത്ത കൾട്ട് സഭകളിലേക്ക്, ആ പാരമ്പര്യത്തിലേക്ക് നീ പോകരുത്. അങ്ങനെ പോകുന്ന വിശ്വാസികൾ ഇന്നും പെന്തക്കോസ്തിലെ അനുഭവം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സഭകൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മൾ വേർപെട്ട കൂട്ടമാ. നമ്മുടെ സഭ പെന്തക്കോസ്തിന്റെ അനുഭവം അവര് പഠിപ്പിക്കുന്നതല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്? അവരുടെ വചനമല്ലേ നമ്മുടെ കയ്യിരിക്കുന്നത്? അവരുടെ ബൈബിളിലെ നമ്മുടെ ഇരിക്കുന്നത്? നമ്മൾ പറയുന്നു, അവർ പറയുന്നതല്ല ഒന്നാണെന്ന് പറയുന്ന ചില ചെകുത്താന്റെ സ്വഭാവമുള്ള വിശ്വാസികളുണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവർ പറയും ഞങ്ങളുടെയാ നല്ലത്. അങ്ങനെ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാവുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ചെകുത്താൻ സ്വഭാവം. എത്ര പറഞ്ഞാലും വചന തലേ കയറത്തില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സമയത്ത് പറഞ്ഞ പെന്തക്കോസ്ത് നാളിൽ ദൈവം നൽകിയ ആ പെന്തക്കോസ്തിന്റെ അനുഭവമാണ്. അവിടെ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, അഭിഷേകമുണ്ട്, അന്യഭാഷയുണ്ട്, കൂട്ടായ്മയുണ്ട്, അപ്പന്തുറക്കലുണ്ട്, എല്ലാം അവിടെയുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത സഭ പെന്തക്കോസ്താന്ന് നീ പറയരുത്. പെന്തക്കോസ്തിന്റെ അനുഭവമല്ല. അല്ലേരി. അപ്പൊ നിന്റെ കാലുകൾ നീ ഇടറിപ്പോകുവാൻ വഴുതി വീണിട്ടേക്കാതെ, ദുരുപദേശങ്ങളിലേക്ക് നീ പോകാതെ, ഹല്ലേലൂയ, നിന്റെ കാലുകളുമായി നീ ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തണം.
Praise the Lord. ഞായറാഴ്ച പ്രഭാതത്തിൽ എഴുന്നേൽക്കണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ബൈബിളൊക്കെ വായിച്ച് ദൈവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടുന്ന ആത്മശക്തി വീട്ടിൽ നിന്നേ പ്രാപിച്ചുകൊണ്ട് എത്രയും തിടുക്കത്തിൽ അല്ലേറിയ നീ ആലയത്തിലേക്ക് ഓടിയെത്തണം. രക്തജയം. അവിടെയാണ് നിനക്ക് സന്തോഷം, അവിടെയാണ് നിനക്ക് സമാധാനം, അവിടെയാണ് നിനക്ക് ആശ്വാസം. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവിന്റെ സന്നിധിയിലുണ്ട്. രക്തജയം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇടറി വീഴാനും വഴുക്കലി വീഴുവാനും ഇടയാകരുത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വീണ്ടും വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ കാലുകൾ ഇടറിപ്പോകാതെ വഴുതി വീഴാതെ നടക്കുവാൻ നമുക്ക് ഉന്നത ബലം ആവശ്യമാണ്. ഇവിടെ കാലുകൾ വഴുതി പോകാതെ ഇടറി വീഴാതിരിക്കുവാൻ ഉയരത്തിൽ നിന്നുള്ള ബലം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലൂക്കോസ് 24:49, നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. അതേ, ഉയരത്തിലെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നെങ്കിൽ മാത്രമേ നിന്റെ കാലുകൾ ഇടറാതെ വഴുതി പോകാതെ നിനക്ക് നേരായ പാതയിലൂടെ ഓടാൻ കഴിയുള്ളൂ. ഇന്ന് പലർക്കും ഉയരത്തിലെ ശക്തിയില്ല. ശക്തി ഉണ്ടെന്നൊക്കെ പ്രകടമാക്കുക. ശക്തി ഇല്ലെങ്കിലും പറയും എനിക്ക് ശക്തി ഉണ്ടെന്ന്. അതെ, നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. നിന്റെ മേൽ ഉയരത്തിലെ ശക്തി വന്നിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നിട്ടുണ്ടോ? അഭിഷേകം നിന്റെ മേൽ ഇറങ്ങിയിട്ടുണ്ടോ? അഭിഷേകം നിന്റെ കാലുകൾക്ക് ബലം തരുന്നുണ്ടോ? ഈ അഭിഷേകം എന്നൊക്കെ പറയുന്ന അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. അന്യഭാഷയുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് കൃപയുണ്ട്, കൃപാവരങ്ങളുണ്ട്. അഭിഷേകത്തിനകത്ത് അത് നിന്റെ ശരീരമാസകളിന്റെ ബലപ്പെടുന്ന നിന്റെ കാലുകളിൽ പോലും അഭിഷേകം നിറയുമ്പോഴാണ് നിന്റെ കാലുകൾ വഴുതാതെ ഇടറാതെ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അല്ലേലി. അബ്രഹാമിന് കാലുകുത്തുന്ന ദേശമൊക്കെ നിനക്ക് തരും. അല്ലേലിയ. കാലിടറിപ്പോകരുത്. പ്രൈസോ. അതുകൊണ്ട് നമ്മുടെ കാലുകൾ നമ്മൾ സൂക്ഷിക്കണം. അല്ലേയ. ഉയരത്തിൽ നിന്ന് ബലം നമുക്ക് ആവശ്യമാകയാൽ കർത്താവ് നമ്മുടെ കാലുകളെ മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കും. മാൻകാലുകളെ പോലെയാക്കും. മാനിന്റെ കാലുകൾക്ക് വളരെ വേഗതയാണ്. ഏത് കുന്നുമലി അതിശീഘ്രമായി അത് ഓടിക്കയറും. എതിരെ വരുന്ന, തനിക്ക് പിന്നിലൂടെ തന്നെ പിടിക്കാൻ വരുന്ന, തന്നെ ഇരയാക്കാൻ വരുന്ന ശത്രുവിനെ കാണുമ്പോൾ, വന്യമൃഗത്തെ കാണുമ്പോൾ ഈ മാനുകളെന്തെയും അതിശീഘ്രമായിട്ട് ഓടും. അല്ലേലിയ. അതേവരുടെ മാൻകാലുകൾക്ക് അത്രമാത്രം ബലം നൽകിയതുപോലെ നിനക്കെതിരെ ശത്രു ചീറിയെടുക്കുമ്പോൾ, ദുഷ്ടൻ ചീറിയെടുക്കുമ്പോൾ, നിന്റെ പാപത്തിലേക്ക് വീഴ്ത്തുവാൻ നിനക്കുള്ള സുഹൃത്തുക്കൾ നിന്നെ വലിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ നീ അതിലേക്ക് വീഴാതെ അല്ലേലിയ മാൻകാല് പോലെ നിന്റെ കാലുകളെ ബലപ്പെടുത്തിക്കൊണ്ട് നീ ദൈവത്തിലേക്ക് ഓടിയെത്തണം. രക്തം ചെയ്യും. അല്ലേലിയ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഈ യാസാവിനെ പോലെ ഇങ്ങനെയുള്ള ചിന്തയൊക്കെ വരാതെ കർത്താവിന് വേണ്ടി നിൽക്കണം. രക്തം ചെയ്യും. അല്ലേലിയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അല്ലേലിയ. വചനം പറയുന്നത് ഒരിക്കൽ സ്തോത്രം ഒരു സഹോദരി ഒരു സഹോദരനും കൂടെ യാത്ര ചെയ്ത് പോവുകയാണ്. അല്ലേലിയ. ആ യാത്ര മധ്യ അവർ സ്തോത്രം അവരുടെ കാലിലുള്ള ചെരുപ്പ് ഒരു പാറയിൽ തെന്നി. നിമിഷങ്ങൾക്കകം അവൾ ആ പാറയിൽ വഴുതി വീണു. മുറിവേറ്റ് നിലവിളിക്കുവാൻ തുടങ്ങി. എത്ര പരിതാപകരമാണ്. അല്ലേലിയ. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സ്ഥലത്ത് വെച്ചാണ് കാലുകൾ വഴുതതെന്ന് നിങ്ങളുടെ ഹൃദയം ഉണർത്തുന്നുവോ ഉടനെ നിങ്ങൾ അവിടെ നിന്നും ഓടിപ്പോക്കണം. അല്ലേലിയ. നിങ്ങൾ ചെളിയുള്ള സ്ഥലത്തൂടെ നടക്കുമ്പോൾ, കുന്നിൻ മുകളിലൂടെ നടക്കുമ്പോൾ, ചരിഞ്ഞ സ്ഥലത്തൂടെ നടക്കുമ്പോൾ, സ്തോത്രം വലിയ പാറയിൽ, വഴുക്കൽ പിടിച്ച പാറയിലൂടെ നടക്കുമ്പോൾ നീ വഴുതി വീഴുമെന്ന് നിന്റെ ഹൃദയം നിന്നെ ഉണർത്തുമ്പോൾ അവിടെ നിന്ന് നീ മാറിപ്പോക്കണം. രക്തജയം. പാപത്തിലേക്ക് നീ വീഴരുത്. പാപം നിന്റെ കാലുകളെ വഴുതിക്കുവാൻ ഒരുങ്ങുമ്പോൾ, നിന്നെ പാപത്തിൽ വഴുതി വീഴ്ത്തുവാൻ പിശാചി ശ്രമിക്കുമ്പോൾ നീ അതിലേക്ക് പോകരുത്. നിന്നെ വിളിക്കുമ്പോൾ നമുക്കൊരു ഫെങ്കടിക്കാം. അല്ലേലിയ. നമുക്കൊരു കുപ്പി അടിക്കാം, നമുക്ക് കമ്പനി വെക്കാൻ, ഷെയർ കൂടാം എന്നൊക്കെ പറഞ്ഞ് നിന്നെ രാവിലെ ഭവനത്തിൽ ഇറങ്ങിപ്പോകുന്ന സാത്താന്റെ സന്തതികളുണ്ട്. അല്ലേലിയ. പിശാചിന്റെ മക്കളുണ്ട്, വീണ്ടെടുക്കപ്പെടാത്തവനുണ്ട്. രാവിലെ നിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചാക്കിക്കൊണ്ട് പോകും. നമുക്ക് ഷെയർ ഇടാം. ഇത്ര പേര് കൂടിയിട്ടുണ്ട്, നമുക്കൊരു ഫുൾ എടുക്കാം. അല്ലേ?
പിശാച നിനക്ക് ആലോചന അല്ലേ? നീ ഒരു മദ്യപാനിയോടൊപ്പം കൂട്ടുകൂടരുത്, ഒരു മയക്കുമരുന്നിനോടൊപ്പം കൂട്ടുകൂടരുത്. ഇവിടുത്തെ മദ്യപാനികളോടോ മയക്കുമരുന്നുകാരനോടോ നീ കൂട്ടുകൂടരുത്. അല്ലേലിയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ബീവറേജിൽ ഇരിക്കുന്നവരുടെ മക്കൾ കള്ളു കുടിച്ച് റോഡിലൂടെ അലഞ്ഞു തിരിച്ച് നടക്കുന്നവർ കണ്ടിട്ടുണ്ടോ? അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ബാറുടമകളുടെ മക്കൾ കള്ളു കുടിച്ച് റോഡിലൂടെ നടക്കുന്നതും വഴിയരികി കിടക്കുന്നതും അവന്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി അവൻ ലോകപ്രകാരം ജീവിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്തുകൊണ്ടാ? അവന്റെ മക്കളെ അവൻ നേരായിട്ട് വളർത്തും. പക്ഷെ നീയോ കള്ളുകുടിയനായി മാറിയിട്ട് നിന്നെ കള്ളുകുടിക്കാൻ വിളിച്ചു, പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്ക് അടിമയാക്കി, ലഹരിക്ക് അടിമയാക്കിയിട്ട് നിന്നെയും തകർന്ന് നിന്റെ കുടുംബത്തെ തകർക്കും. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചനയ്ക്ക്, പാപികളുടെ ആലോചനയ്ക്ക് നീ പോകരുത്. അല്ലേലിയ. നിന്റെ കാലുകൾ വഴുതി പോകാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാ. നീ നിന്റെ ഭവനത്തിൽ പാപം ചെയ്യുമ്പോൾ ലഹരി, മദ്യം, അതുവേണ്ട എല്ലാം നിന്റെ മക്കളുടെ കൺമുമ്പിൽ നീ അത് ഉപയോഗിച്ച് കാണിപ്പൊക്കുമ്പോൾ, സിഗരറ്റ് വലിച്ച് പുക മൂക്കിലൂടെയും വായിലൂടെ ഊതി മുകളിലേക്ക് വിടുമ്പോൾ, സിഗരറ്റ് വലിച്ച് പുക ചുരുളുകളായി വിടുമ്പോൾ, അല്ലേലുയ, നിന്റെ മക്കൾക്കൊരാഗ്രഹം തോന്നും കേട്ടോ. അച്ഛൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പപ്പ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പുക വലിച്ചു പുക ചുരുളുകളായി വിടുന്നുണ്ടല്ലോ, മൂക്കിക്കൂടെയും വായിക്കൂടെ ഒക്കെ വിടുന്നുണ്ടല്ലോ. അങ്ങനെ നീ വലിച്ചു കളയുന്ന സിഗരറ്റിന്റെ വീടിന്റെ കുറ്റിയെടുത്തിന്റെ മക്കൾ വലിച്ചു തുടങ്ങും. അല്ലെങ്കിൽ അവരും നീകാമുഖാന്തരം അവരുടെ കാലുകിണ്ടറും അവർ പാപത്തിൽ വഴുതി വീഴും. അല്ലേലിയ. നീ എന്ത് കാണിക്കുന്നു നിന്റെ തലമുറ കണ്ട് പഠിക്കുമെന്ന്. അവിടെ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ കുടുംബത്തിനകത്ത് മാതൃകയുള്ള ജീവിതം ദൈവത്തോട് നിന്റെ മക്കളെ വചനം അഭ്യസിപ്പിക്കണം. അല്ലേലിയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തന്റെ വചനത്തെ പ്രമാണിക്കുന്നത് കൊണ്ട്. 119 സങ്കീർത്തനം 105 വാക്യം വായിക്കുന്നുണ്ട്. അത് നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന് വേണ്ടിയിട്ടാകെ നിന്റെ കാലുകളെ നീ പ്രയോജനപ്പെടേണ്ടത്. നിന്റെ കാലുകളുമായി നീ ദോഷവശങ്ങളിലേക്ക് ഓടരുത്, പാപത്തിന്റെ ചുഴിയിലേക്ക് നീ ഓടിപ്പോകരുത്. ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന അവസരമുള്ള സമയങ്ങളുടെ ആയുസ്സുണ്ടല്ലോ, കഴിവ്, പ്രാപ്തി, വിദ്യാഭ്യാസം, അതൊക്കെ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപത്തിലേക്ക് നിങ്ങളെ വഴുതി വീഴ്ത്തുന്ന വിധത്തിൽ നിങ്ങളുടെ കാലുകൾ പിശാച് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അതിലേക്ക് പോകരുത്. അല്ലേലിയ. നമുക്കറിയാം, യോസേപ്പ് മിസ്രയീമിൽ, അല്ലേലിയ, പോത്തിഫറിന്റെ ഭവനത്തിലാണ്. അല്ലേലിയ. പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് അവന്റെ മേൽ ദൃഷ്ടി വെച്ചു. പോത്തിഫറിന്റെ ഭാര്യയ്ക്ക്, അല്ലേലിയ, സ്വതം യോസേപ്പിൽ വളരെ കണ്ണ്. അവളുടെ ചിന്തകൾ മുഴുവൻ യോസേപ്പിനെ പാപത്തിൽ വീഴ്ത്തുക എന്നുള്ളതാണ്. അല്ലേലിയ. അതിനുവേണ്ടി അവൾ എല്ലാ തന്ത്രങ്ങളും ശ്രമിച്ചു. അങ്ങനെ യോസേപ്പിനെ പാപത്തിൽ വീഴ്ത്തുക ശ്രമിച്ചെങ്കിലും യോസേപ്പ് എന്ത് ചെയ്തു? പാപത്തിൽ വീഴാതെ തന്റെ വസ്ത്രം എറിഞ്ഞ് കളഞ്ഞിട്ട് തന്റെ കാലുകൾ കൊണ്ട് താൻ ഓടി രക്ഷപ്പെട്ടു. യോസേപ്പിനെ പാപത്തിൽ വീഴിക്കുക. ഇന്നത്തെ യോസേപ്പുകാരൊക്കെയാണ് എപ്പം പാപത്തിൽ വീണെന്ന് ചിന്തിച്ചാൽ മതി. അല്ലേലിയ. അങ്ങനെ പാപത്തിൽ വീണ ഒരുപാട് യോസേപ്പുകാർ ഇന്ന് സഭകളിലൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേലിയ. അത് യോസേപ്പ് ഓടി, അല്ലേലിയ, തന്റെ കാലുകൾ വഴുതുവാൻ, കാലുകൾ ഇടറുവാൻ യോസേപ്പിന് അവസരമുണ്ടായില്ല. പിന്നത്തേത് യോസേപ്പ് എന്ത് ചെയ്തു? വലിയ കാരാഗ്രഹത്തിൽ അകപ്പെട്ടെങ്കിലും കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുക മിസ്രയീമിലെ മന്ത്രവാദികൾക്കും കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിൽ വെച്ച് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത യോസേപ്പിനെ കുറിച്ച്, പാനപാത്ര സ്വപ്നം വ്യാഖ്യാനിച്ച കാര്യത്തെക്കുറിച്ച് ഫറവോൻ അറിയിച്ചു. ഫറവോൻ പറഞ്ഞു, അവനെ വിളിച്ചു കൊണ്ടുപോവാ. അങ്ങനെ യോസേപ്പ് ഫറവോന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. യോസേപ്പ് ഉന്നത സ്ഥാനങ്ങളിലെത്തി. ഹല്ലേലൂയ. മിസ്രയീമിന്റെ 2ാം സ്ഥാനത്തേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അത് കാലുകൾ ഇടറിക്കഴിഞ്ഞാൽ, വഴുതിപ്പോയാൽ അനുഗ്രഹം നഷ്ടമാകുന്ന. കാലുകൾ ഇടറാതെ, വഴുതി പോകാതെ, ചെളിക്കുണ്ടി വീഴാതെ, നീ കാലുകൾ കൊണ്ട് പാപത്തിലേക്ക് പോകാതെ നിന്റെ കാലുകൾ നീ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് യോസേപ്പിനെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. സങ്കടങ്ങൾ മാറും ശ്രോതാവ്, നിന്റെ കണ്ണുനീര് മാറും. നീ വിശുദ്ധിക്ക് വേണ്ടി നിൽക്ക്. ഹല്ലേലൂയ. നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ മാനിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഹൗവയെ നോക്കുവിൻ, സ്നേഹിതരോട് എന്ന പോലെ പാമ്പിനോട് സംസാരിക്കുവാൻ തുടങ്ങി. ഹവ്വയെ നിങ്ങൾ ശ്രദ്ധിച്ചോ?
ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ, രണ്ട് ഫ്രണ്ട്സുകൾ ഒന്നിച്ച് സംസാരിക്കുന്ന പോലെ പാമ്പ് വന്ന്, അല്ലെങ്കിൽ സർപ്പം വന്ന് ഹവ്വയോട് സംസാരിക്കാൻ തുടങ്ങി. ഹവ്വ സ്നേഹിതനോട് സംസാരിക്കുന്നത് സർപ്പത്തോട് സംസാരിക്കാൻ തുടങ്ങി. അല്ലേലൂയ. ആമി സംസാരിക്കുവാൻ തുടങ്ങി. അല്ലേലൂയ. ആമി സംശയം വരുത്ത കർത്താവിനെ സംശയിക്കത്തക്ക വിധത്തിലുള്ള വാക്കുകൾ സംസാരിപ്പാൻ പാമ്പ് അല്ലേലൂയ ഒരുങ്ങി. അങ്ങനെ ആ പിശാച് ഹവ്വയെ പാപത്തിൽ വിട്ടൊരുങ്ങിയപ്പോൾ അവൾ ആ പാമ്പിനെ ശാസിച്ചില്ല. അല്ലേ, അവൾ കേൾക്കുവാൻ ചെവി വിട്ടുകൊടുത്തു. തന്റെ ഭർത്താവിനോടോ കർത്താവിനോടോ ആലോചന ചോദിക്കുവാൻ അവൾ ആഗ്രഹിച്ചില്ല. അവളുടെ സ്വന്തം തീരുമാനം എന്ത് ചെയ്തു? അവളെ പാപത്തിലേക്ക് നയിച്ചു. അല്ലേലിയ. അപ്പൊ ഒരു ഫ്രണ്ട്സിനെ പോലെ സാത്താൻ വന്ന് മരത്തിലിരിക്കുക പാമ്പായിട്ടേ. അല്ലേ, പാമ്പായിട്ട് വന്നിരിക്കുക. അവയോട് പ്രലോഭനത്തിൽ ദൈവത്തെ സംശയിക്കത്തക്ക നിലയിൽ ആലോചന പറഞ്ഞപ്പോൾ അവൾ ഒരു ഫ്രണ്ട്സിനോട് എന്നപോലെ ചേർന്നിരുന്ന അല്ലേലിയ സ്വതന്ത്രം സാത്താന്റെ വാക്ക് കേൾക്കുക. അല്ലേലിയ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഏതൻ തോട്ടത്തിൽ നിന്ന് അവൾ പുറത്താക്കപ്പെടേണ്ടത്, അവൾ മുഖാന്തരം മാധവും പുറത്താക്കപ്പെടേണ്ടി വന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവ് പിതാവേ, ആമി സർപ്പത്തിന്റെ ആലോചന കേട്ട ആദമിനും ഔവ്വയ്ക്കും സംഭവിച്ചതുപോലെ നിനക്ക് വരാതിരിപ്പാൻ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം. നിന്റെ കാലുകൾ കൊണ്ട് നീ യേശുവിനെ അനുഗമിക്കണം. പാപത്തിലേക്ക് നീ വീണു പോകരുത്. പാപത്തിന്റെ അനുഭവങ്ങൾ, പാപത്തിന്റെ ആസക്തികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആമി ലോകത്തിൽ പാപം നിന്നെ മാടി വിളിക്കുമ്പോൾ, പാപം നിന്റെ വാതിക്കൽ കിടക്കുമ്പോൾ, ഹല്ലേലൂയ, നീ അതിലേക്ക് വഴുതി പോകരുത്. ഈ ലോകത്തിൽ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ നീ പോയിരിക്കരുത്. അല്ലേലൂയ. നീ മാനസാന്തരപ്പെടണം. ദൈവവചനം പറയുന്നത് അല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിനുമായിരുന്നു നമ്മെ ഇവിടെ കർത്താവ് വീണ്ടെടുത്തില്ലേ. 40-ാം സംഗീതം വായിക്കുമ്പോൾ കാണുന്നില്ലേ? ഞാൻ യഹോവയ്ക്ക് കാത്തിരുന്ന് അവനെങ്കിലും എനിക്ക് ചാഞ്ഞെന്നെ നിലവിളി കിട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി, എന്റെ കാലുകൾ ഒരു പാറമയിൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ലേലിയ. അതെ, നാശകരമായി കുഴഞ്ഞ ചേറ്റിലും വഴിതീവി നിഴറിക്കിടന്ന നിലനിൽപ്പില്ലാതെ കരകയറുവാൻ കഴിയാതെ പാപത്തിന്റെ വശീകരണത്തിനകത്ത് കിടന്നിരുന്ന എന്നെ നിങ്ങളെയും കർത്താവ് അതിൽ നിന്ന് വിടിപ്പിച്ചില്ലേ. ലേലിയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് സ്തോത്രം. അല്ലേലിയ. 40-ാം സംഗീതം വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലേലൂയ സ്തോത്രം. അതിന്റെ 2-ാം വാക്യം സർവ്വസാധാരണമായി ആരാധന യോഗങ്ങളിൽ ഈ വാക്യം വായിച്ചെന്നും ധ്യാനിക്കാറുണ്ട്. നമ്മുടെ അവസ്ഥയോട് ഈ വാക്യം താരതമ്യം ചെയ്യാമെങ്കിലും യേശു ക്രിസ്തുവിനാണ് ഈ വാക്യം ഏറ്റവും കൂടുതലായി യോജിക്കുന്നത്. നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറും യേശു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി താണിറങ്ങിയ ശാപത്തിന്റെ അഗാധതയെ കാണിക്കുക. യേശു നമുക്ക് വേണ്ടി ആ ശാപത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിയ ക്രൂശിൽ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച അനുഭവത്തെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അവൻ നമ്മളെ പാപത്തിൽ നാശകരം കുഴിച്ചേറ്റ് പിടിച്ച് പാറമേൽ നിർത്തി എന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയും ഗമനത്തെയും സ്ഥിരമാക്കി എന്ന് പറയുന്നത് അവന്റെ സ്വർഗാരോഹണത്തെയും ചൂണ്ടിക്കാണിക്കുക. വിശ്വാസമുള്ള ബന്ധത്തിലും ഈ പ്രസ്താവന വളരെയാണ്. അതുകൊണ്ട് നമ്മളെ നാശകരമായി കുഴിഞ്ഞ ചേറ്റുന്നമായി വീണ്ടെടുത്ത ദൈവത്തിന്റെ കരങ്ങളിൽ നീ സുരക്ഷിതനാണോ? അതോ നീ ലോകത്തിലാണോ? നീ എവിടെയാണോ നിൽക്കുന്നത്? പാപത്തിലാണോ? ദൈവത്തിലാണോ? നീ നരകത്തിലാണോ നിൽക്കുന്നത്? സ്വർഗത്തിലാണോ നിൽക്കുന്നത്? ഹല്ലേലൂയ. എവിടെയാണ് നിന്റെ കാൽ ഉറപ്പിച്ചിരിക്കുന്നത്? ഇന്ന് പകരം കേൾക്കുന്ന പരിശ്രോതാവേ, ലോകപ്രകാരം നീ ജോഡി നിന്റെ ജീവിതത്തെ തകർത്ത് കളയരുത്. ഇവിടെ അല്ലേലൂയ സ്തോത്രം. പാപക്ഷമയും രക്ഷയുടെ സന്തോഷവും നമുക്ക് കർത്താവാണ് നൽകുന്നത്. അല്ലേലൂയ. പാപക്ഷമയും രക്ഷയുടെ സന്തോഷം ദൈവം നമുക്ക് നൽകി. നമ്മുടെ കാലുകളെ, നമ്മുടെ ഗമനത്തെ ഉറപ്പാക്കി ക്രിസ്തു എന്ന പാറമേൽ നമ്മെ നിർത്തിക്കഴിയുമ്പോൾ നമ്മുടെ കാലുകൾ വഴുതുന്ന സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ പോയി നിൽക്കരുത്. നിങ്ങളുടെ കാലുകൾ വഴുതുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരിക്കലും പോയി നിൽക്കരുത്. അത് നാശം, അപകടമാണ്. ചില വഴിയിലൂടെയൊക്കെ പോയാൽ കാണത്തില്ല, അവിടെ സിഗ്നലുകൾ വെച്ചിരിക്കും, ബോർഡ്. അല്ലേലൂയ. വളവ് വരുമ്പോൾ, തിരിവ് വരുമ്പോൾ, റെയിൽവേ ക്രോസ് വരുമ്പോൾ, കയറ്റം വരുമ്പോൾ, ഇറക്കം വരുമ്പോൾ അവിടെയൊക്കെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനാണ്? ആ വഴി പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇടറിപ്പോകാൻ, വഴുതി വീണാൻ സാധ്യതയുണ്ടുള്ള മുന്നറിയിപ്പ് തരുമ്പോൾ ആ മുന്നറിയിപ്പിനെ നീ അവഗണിച്ചു പോയാൽ നിന്റെ കാലുകളിൽ നീ വഴുതി വീഴുക തന്നെ ചെയ്യും. മുന്നറിയിപ്പ് ദൈവം നമുക്ക് വേദപുസ്തകത്തിൽ തരുന്നുണ്ട്. ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ തരുമ്പോൾ ആ മുന്നറിയിപ്പിനെ നീ അവഗണിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന ആലോചനയ്ക്ക് നീ ജീവിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി, നന്മയ്ക്ക് തടസ്സമായി, നിന്റെ ഭാവിക്ക് തടസ്സമായി നിനക്ക് നേരെ ഉയരുന്ന എല്ലാ കൊടിയ തന്ത്രങ്ങളെയും, പിശാചിന്റെ പല തന്ത്രങ്ങളെയും നീ തിരിച്ചറിഞ്ഞിട്ട് നീ നിന്റെ കുടുംബവും കർത്താവിന് വേണ്ടി സ്ഥിരതയോടെ ഓടണം.
ഹല്ലേലൂയ. ആകയാൽ സാക്ഷികൾ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ആമി സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നിന്റെ കാലുകൾ കൊണ്ട് നീ ഓടണം കേട്ടോ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അവരുടെ കർത്താവിന് വേണ്ടി ഓടണം നീ ജീവിതം മുഴുവൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് നിനക്കുള്ള നിന്റെ കാലുകളെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. ആമേൻ. 1-ാം സങ്കീർത്തനം പറയുന്നത് 1-ാം വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികൾ ഇരിപ്പിടത്ത് ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, ഹല്ലേലൂയ, പരിഹാസിയുടെ വഴി ഇരിക്കാതെ. അവൻ നിന്റെ നടപ്പും നിൽപ്പും ഇരിപ്പും എവിടെയാ? നിന്റെ നാമൻ ദുഷ്ടനും ഭാവി പരിഹാസി നിനക്ക് ചുറ്റിലുമുണ്ട്. അവന്റെ നടപ്പും നിൽപ്പും അവൻ ഇരിക്കുന്നിടത്ത് നീ പോയി ഇരിക്കരുതെന്ന്. ഹല്ലേലൂയ. നീ ഇരിക്കരുത്. 121-ാം സങ്കീർത്തനം പറയുന്നു, ആമേൻ, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നത് മയങ്ങിയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങി ഉറങ്ങുകയുമില്ല. ഹല്ലേലൂയ. നമ്മുടെ കാലുകൾ വഴുതാതെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. ഞാനൊക്കെ പ്രാർത്ഥിക്കാൻ പോയ ഈ പ്രഭാതത്തിൽ ആസാഫിനെ പോലെ നിന്റെ മനം കലങ്ങിപ്പോകാതെ, ആസാഫിനെ പോലെ നീ മറ്റൊരു വിധം ചിന്തിക്കാതെ, ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി കണ്ട് നീ തളർന്നു പോകാതെ വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നീ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിന്റെ മക്കളുമായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഓടി വാ. ദൈവമക്കളുണ്ട്, ദൈവദാസന്മാരുണ്ട്, ആരാധനയുണ്ട്, സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, അവിടെ സംഗീതമുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, അഭിഷേകമുണ്ട്. അവിടെ ആയിരിക്കട്ടെ നിന്റെ ജീവിതം. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സംഗീതക്കാർ ആസാം പറഞ്ഞ പോലെ, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, ഏറെക്കുറെ എൻ്റെ കാലടികൾ വഴുതിപ്പോയി എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ആമേക്ക് ദൈവമക്കളുടെ കാലുകൾ ഇറന്ന വഴിക്കിലേക്ക് തള്ളിവിടുന്ന പിശാചിന്റെ പദ്ധതികളെ ദൈവമക്കൾ മനസ്സിലാക്കി പാപികളോടൊത്ത് നിൽക്കാതെ, പരിഹാസത്തോടൊത്ത് നിൽക്കാതെ, അലിയ ആമേൻ ദുഷ്ടന്റെ ആൽവിടേക്ക് പോകാതെ ദൈവവചനത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. ദൈവമക്കൾ രാവിലെ ആരാധനയ്ക്ക് വേണ്ടി ദൈവസം കൂടിയെത്തുവാൻ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റുമായിരങ്ങൾ, പതിനായിരങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ കേരളത്തിൽ ലോക രാജ്യങ്ങളുണ്ട്. അധികാരികൾ, ന്യായാധിപന്മാരുണ്ട്, പ്രമാദിയന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, രാജ്ഞിമാരുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡന്റ്, ഗവർണറുണ്ട്, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളും ദ്വീപുകളെ ആദിവാസി മേഖലയിലായിരിക്കുന്നവരുണ്ട്. കർത്താവി ഭരണോപദേശ പാർട്ടികളുണ്ട്. ഹല്ലേലൂയ. സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരുണ്ട്. സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരുണ്ട്. കർത്താവി ശൈശവത്തിൽ മാന്യത കോമാരി യൗവനത്തിൽ തടവയിലായിരിക്കുന്നവരുണ്ട്. മദ്യത്തിന് മയക്കും പാൻസ് ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദത്തിൽ ഭീകരവർഗീയത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർ, കർത്താവി കടലിന്റെ വാസം തീരദേശവാസം മത്സ്യം ആഴക്കടലിൽ കടന്നു പോയിരിക്കുന്നവർ, അതുപോലെ കർത്താവി ക്ഷീരമേഖലയും കാർഷിക മേഖലയിലും വലുത് ചേർന്ന വലിയ വ്യാപാരി വ്യവസായികളെയും വലിയ വഴിവര കച്ചവടക്കാരെയും അല്ലേരിയ കർത്താവി കർഷകരംഗത്ത് വെക്കാനും മുട്ടതും യൂണിയൻ രംഗത്ത് ആമി എന്റെ കർത്താവി ടാക്സി ഡ്രൈവേഴ്സിനെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. പാടത്തും പറമ്പിലും കൂറിയിലും കല്ലോടും മണ്ണോടും തടിയോടും മല്ലടിക്കുന്ന ആമി ചോര വീർപ്പാക്കുന്ന ജനം അല്ലേരിയ കർത്താവി സ്തോത്രം ഞങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അത്രയും അവരുടെ അധ്വാനഫലം കൊണ്ടുവന്ന് ആമി ഈ ലോകത്തിന്റെ പാപങ്ങളിൽ ഇട്ടുകൊടുക്കാതെ, പാപസ്വങ്ങളിൽ വഴുതി വീഴാതെ, കാലുകെട്ടിൽ പോകാതെ അധ്വാനഫലം അവരുടെ ഭവനത്തിൽ തന്നെ അവരുടെ മക്കളും അവരുടെ ഭർത്താവുകൾ ഒന്ന് സന്തോഷം ജീവിപ്പാൻ അടുത്ത് ഒരുക്കണമേ. കുടുംബങ്ങൾ തകർക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ, പിശാചിനെ ഈ ദിവസം കർത്താവ് ജനത്തെ പിശാചിനെ തകർക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവം ദൈവനത്തുണ്ടാകുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ്. ദൈവനത്തെ തകർക്കാൻ പിശാച് വരുമ്പോൾ, പിശാച് തകർത്തുകൊണ്ട് വരുമ്പോൾ അവന്റെ തലയെ തകർക്കുന്ന അഭിഷേകമുള്ള ദൈവമക്കളെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് സാത്താനെ ജയിപ്പാൻ, ലോകത്തെ പാപത്തെ ജഡത്തെ ജയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. യേശു ക്രൂശിൽ വിജയ ശ്രീലാളിതനായി മാറിയതുപോലെ ദൈവജനം ജയത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു ജയപേര് മുഴുകി സാത്താന്റെ തലയെ തകർക്കുന്ന അധികാരത്തോടെ ദൈവമക്കളെ നിറയ്ക്കണമേ പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ കഷ്ടസംഖ്യ നമ്പരാന് വേദനയുടെ കടന്നു രോഗികളായി കിടക്കുന്നവർ, ശാപത്തിന്റെ പാപത്തിന്റെ വഴി വീട് കിടക്കുന്നവർ എല്ലാവരും വിടിവിക്കണമേ. അത്യാഗ്രഹം ദിവ്യാഗ്രഹം കർത്താവി സകല ദുർമാർഗങ്ങളും വിട്ട് ജനം മടങ്ങി വരട്ടെ. അഴിമതി കരിച്ചെത്തി പൂർത്തിയാകും കർത്താവി. ജനത്തിന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റുകൾ പാപത്തിൽ വീണ്, അഴിമതി വീണ, ധാർമ്മിക ജീവിതത്തിൽ വീണ് അവരുടെ കർത്താവിക്ക് ഈശ്വരിപ്പിക്കാൻ അവരുടെ സമ്പത്ത് വലിയ സ്ഥാനമാന അധികാരങ്ങൾ ഓടുമ്പോൾ ജനത്തെ സൂക്ഷിക്കണമേ.
കർത്താവിന്റെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ കർത്താവ് കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വലിയ ശല്യം ചെയ്യുമ്പോൾ ജനത്തിന്റെ ജീവന സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് മൃഗത്തെ സംരക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾ കാണുന്നത്. എന്ന കർത്താവ് ഞങ്ങളുടെ ജനത്തെ അവിടെ സൂക്ഷിക്കണമേ. കർത്താവ് ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ. കാലുകൾ ഇറിപ്പോകാതെ വഴുതി പോകാതെ കർത്താവ് ഞങ്ങളുടെ ജനത്തെ സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുന്നു. സകല നീതി വെളിപ്പെടുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.